അമ്മ എവിടെ? അമ്മയൊന്നുമില്ല. ഞാൻ എത്ര നാളായിട്ട് നിന്നെ വിളിക്കുന്ന ഇങ്ങനെ. നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് പേടിയാ, ഞാൻ പോവാ. എടി നീ എന്തിനാ പേടിക്കുന്നേ? എടി നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇവിടെ ആരും വരാൻ പോണില്ല. ബലം പിടിക്കല്ലേ. കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടി? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. എടി നീ എന്തൊക്കെയാ പറയുന്നേ? അതിനെന്തിനാ എന്നെ വിളിക്കുന്നേ? നീ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ശരിയാ, നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞ് ഇതിന് ഉത്തരവാദി ഞാനാകണമെന്നുണ്ടോ? ഇത് എന്റെ തന്നെയാന്ന് എന്താടി ഇത്ര ഉറപ്പ്? നീ വേറെ വല്ലവരുടെയും കൂടെ കിടന്നിട്ടുണ്ടെങ്കിലോ? ഇനി ഈ കാര്യം പറഞ്ഞ് മേലെ എന്നെ വിളിച്ചു പോരുത്. എന്ത് സംശയരോഗിയാണ് നിന്റെ ചേട്ടായി? ഇന്നലെ ആ വരുണിനോട് മിണ്ടിയെന്നല്ലേ? സംശയരോഗമൊന്നും അല്ല. എന്റെ ഏട്ടായി ഇച്ചിരി പോസിറ്റീവാ. ഞാൻ വേറെ ആണുങ്ങളോട് മിണ്ടണമെന്ന് ഏട്ടായിക്ക് ഇഷ്ടമല്ല. അതൊന്നും സംശയരോഗമൊന്നും അല്ല. അതെന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. ഇന്നലെ ആരെയടി നീ വിളിച്ച് വീട്ടിൽ കയറ്റിയേ? ഏട്ടായി അതെന്റെ കസിനാ. നിർത്തടി. ഇനി ഞാനില്ലാത്ത നേരത്തെ എവനെങ്കിലും വിളിച്ച് വീട്ടിൽ കയറ്റിയെന്ന് ഞാൻ അറിഞ്ഞ എന്റെ സ്വഭാവം മാറും. എടി, നിന്റെ ഏട്ടായി ഇന്നലെ ഒരു പെണ്ണിനെയും വെച്ച് ബൈക്കിൽ പോകുന്നുണ്ടല്ലോ. നീ ആരാടി എന്റെ ഏട്ടായിനെ പറയാ? എന്റെ ഏട്ടായി കള്ളുടിയനായിക്കോട്ടെ, കഞ്ചാവലയനായിക്കോട്ടെ, പെണ്ണുടിയനായിക്കോട്ടെ, നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇനി മേല എന്റെ ഏട്ടായിനെ പറ്റി ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നടന്നോ എന്റെ സ്വഭാവം മാറും. ഏട്ടായി, ഏട്ടായുടെ ഫോണിലോട്ട് ഇന്നലെ ഏത് പെണ്ണാ വിളിച്ചത്? നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഇഷ്ടമുള്ള പെണ്ണുങ്ങൾ എന്റെ ഫോണിലോട്ട് വിളിക്കും. അതൊന്നും നീ തിരക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ടല്ലോ. മര്യാദ കടങ്ങി ഒതുങ്ങി ജീവിക്കാമെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി, കേട്ടല്ലോ? ഡേ, രാവിലെ തന്നെ മുറിക്കകത്ത് ഒരു കുത്തിയിരിക്കുക അവള്. എനിക്ക് വയ്യ ഏട്ടായി, വയറുവേദനയാ. അവളുടെ ഒരു അടവ് വേഗം തെച്ചിടുവാ. എടാ, അവളെയും കൂടെ കൊണ്ടുപോടാ. അവളെ നീ ഇന്നേ വരെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? എനിക്ക് അവളെ എഴുന്നള്ളിച്ചോണ്ട് പോകാൻ താല്പര്യമില്ല. എന്താണ് ഇത്, കാടിവെള്ളോ? ആർക്കാ കല്യാണം കഴിക്കണ്ടേ? ഇവക്കാണോ? നീ കൂടുതൽ പറയണ്ട. നീ ആഗ്രഹിച്ച ആളെ കല്യാണം കഴിച്ച് നീ ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നേ? എനിക്ക് ഒരാളെ ഇഷ്ടം. ഇല്ലേ, നീ വിചാരിക്കുന്ന പോലെ കല്യാണം കഴിഞ്ഞിരുന്ന ഫോട്ടോ സ്റ്റാറ്റസ് 2 മിനിറ്റ് റീലും അല്ല ജീവിതം. കല്യാണം കഴിഞ്ഞ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, വിശേഷമൊന്നും ആയില്ലേന്ന്. ഇനി വിശേഷമായ കുഞ്ഞ് ജനിച്ചാലോ ആ കൊച്ചിന് നിറവില്ല, വണ്ണമില്ല, പൊക്കയില്ല എന്നുള്ള കുറ്റങ്ങൾ വേറെ. ഇനി ഇതെല്ലാം കേട്ട് അതിനെ ഒന്ന് വളർത്തി വലുതാക്കിയാലോ അവർ തന്നെ തിരിഞ്ഞു നിന്ന് നമ്മളോട് ചോദിക്കും അമ്മ എന്തുണ്ടാക്കിയെന്ന്. അതുകൊണ്ട് ആദ്യം പഠിച്ചൊരു ജോലി മേടിച്ച് സ്വന്തം കാലം നിന്നിട്ട് ആരോഗ്യ കല്യാണത്തിനെ കുറിച്ചൊക്കെ സ്വന്തം അനുഭവം കൊണ്ട് പറയുന്നത്. വണ്ടി നിർത്തിക്കേ, നമ്മൾ അങ്ങോട്ടാ പോകുന്നത്. എടി, ഇവിടെ അടുത്താണ് എന്റെ ഫ്രണ്ടിന്റെ വീട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ പരിപാടി കിട്ടില്ലെന്ന്. എന്നിട്ട് നീ അപ്പം നിനക്ക് എന്നോടുള്ളത് പ്രേമല്ല. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എന്നെ എവിടെ നിന്നാണോ കയറ്റിയത് അവിടെ കൊണ്ട് ഇറക്കിയേക്ക്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. മതിയാ എനിക്ക്.